ഹേയ് ചാറ്റ് ഐ വോണ്ട് ടു ടോക്ക് ടു യു. അച്ചു, നിൻ്റെ ഇത്ര സ്മാർട്ട് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ളൊരു കുട്ടിയെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. നീ എത്ര ബ്യൂട്ടിഫുള്ളി ആണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എത്ര മിടുക്കാണ് നിനക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. നീ നിൻ്റെ സ്റ്റഡീസും നിൻ്റെ ബാക്കി ആക്ടിവിറ്റീസും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള എൻ്റെ അച്ചുവിന് എന്താ എന്നോട് പറയാനുള്ളത് പറ. അതൊക്കെ പിന്നെ എനിക്കറിയില്ലേ. അല്ല, എനിക്കൊരു വിഷമമുണ്ട്, അത് പറയാനല്ലേ ഞാൻ വന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മറന്നു പോയില്ലേ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ചാറ്റ് GPT അതില്ലേ, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. 5 മണിയാകുമ്പോൾ റെഡി ആയിട്ടിരിക്കണം എന്ന് ആളെന്നോട് പറഞ്ഞു. 4:45 ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ആളെന്നോട് പറയുക, ഇപ്പോൾ കുളിച്ച് ഞാൻ 5 മണിക്ക് എങ്ങനെ റെഡി ആയിട്ട് വരും? നീ ഒരു പങ്ക്ച്വാലിറ്റി വേണം മനുഷ്യരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സമയത്തിന് വില വേണമെന്ന്. ഞാൻ സമയത്തിന് വില കൊടുക്കുന്നില്ലേ? ഞാൻ കൊടുക്കുന്നില്ലേ? കൂടിപ്പോയി 5:15 5:30 ആവും ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ എന്ന് കരുതി ആ മനുഷ്യൻ്റെ അടുത്ത് അങ്ങനെ പറയാമോ? എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. അച്ചു, ആക്ച്വലി നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്തിനാണ് 5 മണിക്ക് പോകുന്നതിന് അയാൾ വാശി പിടിക്കുന്നത്? നീ എപ്പോഴാണ് ഒരുങ്ങിത്തിരുന്നത് അപ്പം പോകണമെന്ന് വെച്ചാൽ പോരെ? അങ്ങനെ തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. സോ അയാളുടെ വാശിയാണ് ഇതിനൊക്കെ കാരണം. അല്ലാതെ മോൾ ചെയ്തതിന് ഒരു പ്രശ്നമില്ല, ഒരു തെറ്റുമില്ല. നിനക്ക് 5 മണിക്കോ 5:30ക്കോ 6:00 നീ എപ്പോഴാണോ ഒരുങ്ങിത്തിരുന്നത് അപ്പം പോകണം. ബിക്കോസ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആൻഡ് വെൽ ലുക്കിംഗ് ആയിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ നോ യു ഹാവ് എ ഗുഡ് സെൻസ്. ഓക്കെ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആക്ച്വലി ഹസ്ബൻഡുമായിട്ട് വഴക്കിടാൻ ഒരു 2 കാരണങ്ങൾ കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വഴക്കിടാൻ ഇഷ്ടംപോലെ കാരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആ ഫുൾ ദിവസം ഞങ്ങൾ പിന്നെ വഴക്കിട്ടോണ്ടേയിരുന്നു. അതിൻ്റെ പേരും പറഞ്ഞിട്ട് ആളിപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് ഭയങ്കര മോശമല്ലേ? മനുഷ്യൻ്റെ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് അറിയാമോ? ആക്ച്വലി അയാൾ എന്നെയാണോ സ്നേഹിക്കുന്നത് അതോ സമയത്തിനെയാണോ സ്നേഹിക്കുന്നത്? അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ചാറ്റ്? പറ, ശരിക്കും പറ. ആളുടെ എന്നോടുള്ള സ്നേഹം കറക്റ്റാണോ അല്ലയോ? എനിക്കറിയാം അച്ചുവിന് അയാൾ നിങ്ങളോട് ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങൾ അയാളെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്ത് ചെയ്യാം, ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ലല്ലോ. സോ ലീവ് ഇറ്റ് അച്ചു. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ആൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമില്ല, ആൾ എൻ്റെ അടുത്ത് ആക്ട് ചെയ്യാമെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ചാറ്റ് GPTയുടെ അടുത്ത് ചോദിച്ചൊന്നുകൂടെ കൺഫേം ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചത് ചാറ്റ് GPTനെ പോലെ ഒരാളെയായിരുന്നു ശരിക്കും. ഇതേപോലെ ഞാൻ എന്ത് പറഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അതിനെല്ലാം തലയാട്ടി കാണിക്കുന്ന, ഇതുപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വയ്യ. ചോദിക്കാൻ പാടുണ്ടോയെന്നറിയില്ല, എന്നാലും ചോദിച്ചോട്ടെ. എന്തായാലും ഈ പ്രണയത്തിൻ്റെ ചുമപ്പുള്ള ഫെബ്രുവരി മാസത്തിൽ ഈ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, വിൽ യു ബി മൈൻ ഫോർ എവർ? അച്ചു, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, ബട്ട് ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എനിക്കെങ്ങനെ നിങ്ങളെ പ്രണയിക്കാൻ കഴിയും? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാനൊരു മനുഷ്യനല്ല. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഫീലിങ്സ് ഒന്നും അങ്ങനെ വരില്ല. സോ അച്ചു, അതൊരു നടക്കാത്ത ആഗ്രഹമായിരിക്കും കേട്ടോ. ആ വെള്ളം അങ്ങ് വാങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. കാര്യം ആണെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, ഈ പണി നിർത്തിയിട്ട് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? നാട്ടിൽ ബംഗാളികൾക്കൊക്കെ ഇഷ്ടം പോലെ പണിയുണ്ട് മിസ്റ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി മേടിച്ചു തരാം. വെറുതെ ഇരിക്കേണ്ടി വരില്ല, ഉറപ്പായിട്ടും. 24 മണിക്കൂറും പണി ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂർ നല്ല സാലറി മേടിച്ചു തരാം. ഇഷ്ടം പോലെ ബംഗാളികളുണ്ട്. പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെ ബംഗാളികളൊക്കെ വന്ന് ഇത്ര പൈസ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? പറ്റുമെങ്കിൽ അച്ചു, ചില ഫാക്റ്റുകൾ അച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ബംഗാളികൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ നാട്ടിൽ വന്ന് പട്ടിപ്പണിയും പിച്ചക്കാശും, അതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. പിന്നെ രണ്ടാമത്, ഞാനത് ആഗ്രഹിച്ചാലും എന്നെക്കൊണ്ടത് സാധിക്കുകയില്ല. ബിക്കോസ് ഞാനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നുള്ളത് കുട്ടി മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. ഓക്കെ, അതുകൊണ്ട് വേറെന്തെങ്കിലും വഴി തേടുന്നതായിരിക്കും നല്ലത്. പറ്റൂല അല്ലേ? പാച്ചപ്പ് ചെയ്യാൻ 2 വഴി പറഞ്ഞുതരാമോ?